നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്നലെ 4 മരണം. ആലപ്പുഴയിൽ കാർ കനാലിലേക്ക് വീണ് ബിജോയ് ആന്റണി എന്നയാളും പത്തനംതിട്ടയിൽ ബൈക്ക് തോട്ടിൽ വീണ് പ്രവീൺ എന്നയാളും മരിച്ചു. കണ്ണൂർ അഴീക്കോട് കുളത്തിൽ നീന്താനിറങ്ങിയ 21-കാരൻ ഇസ്മായിലും മരം വീണ് എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റ് ജീവനക്കാരനും മരിച്ചു. കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ, പനത്തടി തുടങ്ങിയ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി. കണ്ണൂരിലെ കൊട്ടിയൂർ അക്കരെ ക്ഷേത്രത്തോട് ചേർന്ന് ബാവാലിപ്പുഴയിൽ നിർമ്മിച്ച താൽക്കാലിക തടയണ കുത്തൊഴുക്കിൽ തകർന്നു. ചെറുപുഴ കാര്യങ്കോട് പുഴ കരം കവിഞ്ഞൊഴുകുകയാണ്. കോഴിക്കോട് കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പുല്ലാട് പുഴയ്ക്ക് കുറുകെയുള്ള വായാട് പാലം മലവെള്ളപ്പാച്ചിലിൽ അപകടാവസ്ഥയിലായി. പാലക്കാട് അട്ടപ്പാടി ചുരം 9-ാം വളവിൽ കൂറ്റൻപാറ വീണ് ഗതാഗത തടസ്സം ഉണ്ടായി. എറണാകുളത്തെ കണ്ണമാലിയിലും എടവനക്കാടും കടലാക്രമണം രൂക്ഷമായിട്ടുണ്ട്. കണ്ണമാലി ചെല്ലാനം റോഡ് മുങ്ങി. 2ഇടത്തും കടൽ ഭിത്തി തകർന്നത് സ്ഥിതി രൂക്ഷമാക്കി. കൊല്ലം പൊളയത്തോട് റെയിൽവേ ട്രാക്കിന് കുറുകെ മരം വീണതിന് പിന്നാലെ ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതവും നിലച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനാൽ 14 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി. ഇതിൽ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, അമ്പലപ്പുഴ താലൂക്കുകളിലും ഇന്ന് അവധിയാണ്. നദികളിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, കാസർഗോഡ് ജില്ലയിലെ കാര്യങ്കോട്, നീലേശ്വരം, മൊഗ്രാൽ എന്നീ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും അറിയിപ്പിലുണ്ട്. പമ്പ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഭക്തർ പമ്പ ത്രിവേണിയിൽ കുളിക്കുന്നതിനും നദിയിൽ ഇറങ്ങുന്നതിനും ജില്ലാ കളക്ടർ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തി. പമ്പ ത്രിവേണിയിലെ വാഹന പാർക്കിങ്ങും താൽക്കാലിക നിയന്ത്രണമുണ്ട്. പമ്പ സന്നിധാനം പാതയിൽ ശക്തമായ മഴ പെയ്യുന്നതിനാൽ മല കയറുമ്പോൾ ഭക്തർ ജാഗ്രത പുലർത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾക്ക് ആവേശമായി ഇന്നലെ നിലമ്പൂരിൽ പ്രമുഖ നേതാക്കളുടെ പട. UDF അണികളിൽ ആവേശം വിതറി പ്രിയങ്ക ഗാന്ധി റോഡ് ഷോ നടത്തിയപ്പോൾ സ്വരാജിനെ ജയിപ്പിക്കാൻ കഴിഞ്ഞ 3 ദിവസമായി മുഖ്യമന്ത്രി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുകയാണ്. NDA ജയിച്ചാൽ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത യാഥാർത്ഥ്യമാക്കുമെന്ന വാഗ്ദാനവുമായി BJP ഇന്നലെ പ്രകടന പത്രിക പുറത്തിറക്കി. നിലമ്പൂരിൽ നടക്കുന്നത് UDFും LDFും തമ്മിലുള്ള മത്സരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് തങ്ങൾ പറയുന്നതെന്നും എന്നാൽ വർഗീയത പറഞ്ഞാണ് CPM വോട്ട് തേടുന്നതെന്നും സതീശൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ മുഖ്യമന്ത്രി ഓന്തിനെ പോലെ നിറം മാറുകയാണെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി വിഷയം വിവാദമാക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയോടുള്ള കോൺഗ്രസ് നിലപാട് എന്താണെന്ന് പ്രിയങ്ക ഗാന്ധി പറയില്ലെന്ന് മനസ്സിലാക്കിയാണ് താൻ മറുപടി പറയാമെന്ന് പറഞ്ഞതെന്നും രാഷ്ട്രീയമായി ഇതിനെ നേരിടാൻ അവർക്ക് കഴിയില്ലെന്നും UDF ആയുധമില്ലാതെ തുടരുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചോട്ടെയെന്നും നിയമപരമായി അതിനെ നേരിടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 7 മാസം 3 പദ്ധതികൾ. ഇത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് BJP നൽകുന്ന വാക്കാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇത് LDFും UDFും നൽകുന്നത് പോലെയുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളില്ലെന്നും മറിച്ച് 11 വർഷത്തെ പ്രവർത്തന മികവിൻ്റെ രാഷ്ട്രീയത്തിലൂടെ തെളിയിക്കപ്പെട്ടതാണെന്നും വികസിത നിലമ്പൂർ യാഥാർത്ഥ്യമാക്കാൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ ആദിവാസി സ്ത്രീ മരിച്ച സംഭവത്തിൽ വ്യക്തത വരും മുമ്പ് വനം വകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചുവെന്നും മന്ത്രി AK ശശിധരൻ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആധികാരികമായ രേഖയെന്നും എന്നാൽ വനത്തിനുള്ളിൽ നടക്കുന്ന മരണങ്ങൾ എല്ലാം വനംവകുപ്പിൻ്റെ പേരിലാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. അല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ
കൊലപാതകിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരുമായിരുന്നുവെന്നും ആദ്യ ഗഡു നൽകാൻ താൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പീരുമേട്ടിലെ ആദിവാസി സ്ത്രീ സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിലെന്ന മൊഴിയിൽ ഉറച്ചു ഭർത്താവ് ബിനു തന്നെയും കാട്ടാന 15 അടിയോളം ദൂരേക്ക് തുമ്പിക്കൊയ്യ കൊണ്ട് തട്ടിയെറിഞ്ഞുവെന്നും സീതയെ 2 തവണ കാട്ടാന ആക്രമിച്ചുവെന്നും തന്നെ കേസിൽ കൊടുക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുവെന്നുമാണ് ബിനുവിന്റെ പ്രതികരണം. കേരള തീരത്തിൽ കടലിൽ കത്തിയ വാൻഹായ് 503 കപ്പലിനെ സുരക്ഷിത അകലത്തിലേക്ക് വലിച്ചെത്തിച്ചതായി കോസ്റ്റ് ഗാർഡും നാവികസേനയും അറിയിച്ചു. നിലവിൽ 57 നോട്ടിക്കൽ മൈൽ അകലെയുള്ള കപ്പലിൽ നിന്ന് ഇടയ്ക്ക് പുക ഉയരുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. വാൻഹായ് 503 കപ്പലിൽ നിന്ന് താഴേക്ക് പതിച്ച കണ്ടെയ്നറുകൾ ഇന്നു മുതൽ കേരള തീരത്ത് അടിയാൻ സാധ്യത. എറണാകുളം ജില്ലയുടെ തെക്ക് ഭാഗത്തും ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ തീരങ്ങളിലുമായി കണ്ടെയ്നറുകൾ വന്നടിയാൻ സാധ്യതയുള്ളതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ UK-യുടെ യുദ്ധവിമാനം അടിയന്തരമായി ഇറക്കി. 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന് കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിരികെ ഇറക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയാണ്. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം വിമാനം വിട്ടയക്കും. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കുടുക്കിയ വ്യാജ ലഹരി കേസിൽ പ്രതിയായ ലിവിയ ജോസിന്റെ കുറ്റസമ്മത മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു. ഒറ്റബുദ്ധിക്ക് ചെയ്തു പോയതാണ്. ലിവിയ ജോസ് കുറ്റസമ്മത മൊഴി നൽകി. ലിവിയക്കെതിരെ സ്വഭാവ ദൂഷ്യം ആരോപിച്ചതാണ് ഷീല സണ്ണിയോടുള്ള പകക്ക് കാരണമെന്നാണ് മൊഴി. വ്യാജ ലഹരി കേസിൽ കുടുക്കിയതിൽ മരുമകൾക്കും പങ്കുണ്ടെന്ന് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി. സ്വന്തം ചേച്ചിയെ രക്ഷിക്കാനാണ് ലിവിയ കള്ളം പറയുന്നതെന്നും ദൈവമാണ് തന്നെ രക്ഷിച്ചതെന്നും ഷീല സണ്ണി പറഞ്ഞു. മൂവാറ്റുപുഴ കദളിക്കാട് വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ വണ്ടിയിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച പ്രതികളെ തിരിച്ചറിഞ്ഞു. ഇടുക്കി മണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷെരീഫാണ് SIയെ പിടിച്ചു വീഴ്ത്തിയത്. പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. എറണാകുളം കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ SI EM മുഹമ്മദിനെയാണ് പ്രതികൾ വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ചത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിലെത്തി. G7 ഉച്ചകോടിക്ക് കാനഡയിലേക്ക് പോകുന്നതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനം. രാജ്യത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോലോഡീസസ് നേരിട്ട് വിമാനത്താവളത്തിലെത്തി. 2 പതിറ്റാണ്ടിനിടെ സൈപ്രസ് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്ന് 7 പേർ മരിച്ചു. ഗൗരികുണ്ടിലെ ഉൾപ്രദേശത്താണ് ഹെലികോപ്റ്റർ തകർന്നു വീണ്. ഇന്നലെ പുലർച്ചെ 5 മണിക്കാണ് അപകടമുണ്ടായത്. പൈലറ്റ് അടക്കം 7 പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പൂനെ ഇന്ദ്രായണി നദിക്ക് കുറുകെയുള്ള പാലം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചു. 70-ലധികം ആളുകൾ ഒഴുക്കിൽപ്പെട്ടെന്നാണ് സൂചന. മഴക്കാലത്ത് തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമായ കുണ്ടുമലയിലാണ് അപകടം നടന്നത്. അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. DNA പരിശോധനയിലൂടെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചതായി ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേഷ് പട്ടേൽ ഔദ്യോഗികമായി അറിയിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. വെള്ളം കുടിച്ച് മടുത്തോ? നല്ല രുചിയുള്ള മിനറൽ ക്വാളിറ്റിയുള്ള വെള്ളം കുടിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇതാണ് സുവർണാവസരം. വെറും 1000 രൂപ അടച്ചാൽ 18,000 രൂപ വരെ വിലയുള്ള വാട്ടർ പ്യൂരിഫയർ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. എങ്ങനെയാണെന്നല്ലേ? കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി പ്രമുഖ കമ്പനികളുടെ RO UV ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയർ മാസം തോറും 1000 രൂപ വീതം അടച്ചു വാങ്ങാൻ അവസരമൊരുക്കുന്നു. എല്ലാ മാസവും 10-ാം തീയതി ഗ്രീൻ ഷോപ്പിയിൽ വെച്ച് നറുക്കെടുത്ത് വിജയിയെ പ്രഖ്യാപിക്കും. വിജയികൾ പിന്നീട് പണം അടയ്ക്കേണ്ടതില്ല. നറുക്ക് വരാത്തവർ വിഷമിക്കേണ്ട കേട്ടോ. 20% മുതൽ 30% വരെ ഡിസ്കൗണ്ടിൽ അതേ RO വാട്ടർ പ്യൂരിഫയർ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അടുത്ത മാസം നറുക്കെടുപ്പിൽ പങ്കാളിയാകൂ. അങ്ങനെ നിങ്ങൾ നല്ല വെള്ളം കുടിച്ചു തുടങ്ങൂ. For more details, contact us.